നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലയും കൈകാലുകളും കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഉപേക്ഷിച്ച നിലയിൽ യുവതിയുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. കർണാടകയിലെ കൊരട്ടഗയിൽ കൊലാല ഗ്രാമത്തിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു. യുവതിയുടെ മൃതദേഹ ഭാഗങ്ങൾ അടങ്ങിയ 7 പ്ലാസ്റ്റിക് ബാഗുകൾ ആദ്യം വഴിയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ തെരച്ചിലിൽ തലയും മറ്റ് ഭാഗങ്ങളും നടത്തിയ 7 ഭാഗങ്ങൾ കൂടി കണ്ടെത്തി. യുവതിയെ തിരിച്ചറിഞ്ഞതായാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. യുവതിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. കാറിലെത്തിയാണ് കൊലപാതകികൾ മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചത് എന്നാണ് പോലീസ് കരുതുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നാണ് മൃതദേഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തിയത് എന്ന് പോലീസ് പറയുന്നു. യുവതിയെ മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മൃതദേഹത്തിന്റെ മുഴുവൻ ഭാഗവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം കോഴിക്കോട് ചേവയൂരിനടുത്ത കരിക്കാകുളം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിൽ വയോധികരായ സഹോദരിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ കാണാനില്ല. മുഴിക്കൽ മുലങ്കണ്ടി ശ്രീജയ എന്ന 71 വയസ്സുകാരിയും പുഷ്പലളിത എന്ന 66 വയസ്സുകാരിയുമാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇളയ സഹോദരൻ പ്രമോദിനൊപ്പമാണ് ഇരുവരും താമസിച്ചിരുന്നത്. സഹോദരിമാർ മരിച്ചു എന്ന് പ്രമോദാണ് ബന്ധുക്കളെ ഫോൺ വിളിച്ചറിയിച്ചത്. ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ 2 മുറികളിലായി കട്ടിലിൽ വെള്ളം പുതപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. എന്നാൽ മരണവിവരം വിളിച്ചറിയിച്ച പ്രമോദ് ഈ സമയം വീട്ടിൽ ഇല്ലായിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം ഒന്നും ലഭിക്കാതായതോടുകൂടി ബന്ധുക്കൾ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. പ്രദീപും ശ്രീജയയും പുഷ്പലളിതയും കഴിഞ്ഞ 3 വർഷമായി ഈ തമ്പാട്ടുതാഴത്തെ വാടക വീട്ടിൽ താമസിച്ചു വരികയാണ്. സഹോദരിമാർ മരിച്ച വിവരം ബന്ധുക്കളെയും സുഹൃത്തിനെയും പുലർച്ചെ 5 മണിയോടുകൂടി പ്രമോദ് വിളിച്ചറിയിക്കുകയായിരുന്നു. ഇതുപ്രകാരം ബന്ധുക്കൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. വെള്ളത്തുണി പുതപ്പിച്ച തലമാത്രം പുറത്തു കാണുന്ന നിലയിൽ 2 മുറികളിലായിരുന്നു മൃതശരീരങ്ങൾ. പ്രമോദിനെ ഫോണിലും മറ്റ് ബന്ധപ്പെട്ട നമ്പറിലും ഒക്കെ തന്നെ വിളിച്ചിരുന്നെങ്കിലും അത് ശ്രമം നടന്നില്ല. ആദ്യം റിംഗ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഓഫ് ആക്കിയതായാണ് സന്ദേശമെന്നാണ് ഫോണിൽ വിളിച്ചപ്പോൾ ലഭിച്ചതെന്ന് പരിസരവാസികൾ പറയുന്നു. മരിച്ച ശ്രീജയയ്ക്കും പുഷ്പലതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് അയൽവാസികൾ പറയുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫറോക്ക് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രമോദിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഫോൺ ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഇയാൾ ഫറോക്ക് ഭാഗത്ത് ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ചേവായൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. സമീപത്തെ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾക്കായി ചികിത്സ തേടി വന്ന സഹോദരിമാരാണ് ശ്രീജയും പുഷ്പവയുമെന്നാണ് അയൽവാസികൾ പറയുന്നത്.